പൈനാപ്പിളും ഏത്തപ്പഴവും കൂടെ ചേർത്ത് പുളിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. വിഷുവിനും ഓണത്തിനുമൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന സ്പെഷ്യൽ പുളിശ്ശേരി ആണിത്. വളരെ സ്വാദിഷ്ടവുമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഒരു 1.5 കപ്പ് പൈനാപ്പിളും ഒരു ഏത്തപ്പഴവുമാണ് എടുത്തിരിക്കുന്നത്. കഷ്ണങ്ങൾ ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ആ സമയത്ത് നമുക്ക് തേങ്ങയും ചുമന്ന മുളകും പച്ചമുളകും കൂടെ ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. സ്വാദിനനുസരിച്ച് തേങ്ങയും മുളകും ഒക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കഷ്ണം ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർക്കുക. വെള്ളം ഒന്ന് വറ്റി കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തിളപ്പിക്കുക. മൂന്ന് മുതൽ 5 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിച്ച് വരുമ്പം തേങ്ങയുടെ പച്ചമണം നന്നായിട്ട് മാറിക്കാണും. തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം തൈര് ഉടച്ച് ചേർക്കാനായിട്ട്. 1 ലിറ്ററോളം തൈര് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഉടച്ച് ചേർത്ത് ആവശ്യത്തിനുള്ള കരിവേപ്പിലയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് അതൊന്ന് പതപ്പിച്ചെടുക്കുക. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത്. തിളപ്പിക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോവും. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള കുറുക്ക് അനുസരിച്ച് മോര് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പതഞ്ഞ് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നേരത്തെ പഞ്ചസാര ഇട്ട സമയത്ത് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു താളിപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പ് ചേർത്തത് കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. താളിപ്പിൽ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും ചുമന്ന മുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് താളിച്ചൊഴിച്ച ഉടനെ ഒന്ന് അടച്ച് വയ്ക്കുക. അതിൻ്റെ മണം നല്ലോണം എല്ലായിടത്തും കിട്ടാനായിട്ടാണ്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് ചോറിനൊപ്പം വിളമ്പാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായ വിഷുവിന് നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ ഏത്തപ്പഴ പുളിശ്ശേരി എല്ലാവരും തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.